എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മൂന്നാം ദിവസം. ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരിയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം മഹാലക്ഷ്മിയേ നമഃ. അപ്പോൾ മൂന്നാം ദിവസം നമ്മളെ ഏത് ദേവിയാണ് പൂജിക്കുന്നതായിട്ട് പറഞ്ഞത്? ചന്ദ്രകണ്ഠാദേവി അല്ലേ? ചന്ദ്രന്റെ കുളിർമയുള്ളാന്ന്. അപ്പം ഇവിടെ എന്തായി? ഇപ്പോൾ ബ്രഹ്മചാരിണി രൂപത്തിൽ തപസ് ചെയ്തു. എന്നിട്ട് എന്ത് കിട്ടി? ആ ശിവനെ ഭർത്താവായി കിട്ടി. അപ്പോൾ കാര്യം സാധിച്ചു. അപ്പം നമ്മൾ വ്രതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സിലായി അല്ലേ? വ്രതങ്ങൾ ഇന്നത്തെ ആൾക്കാർക്ക് അതിൻ്റെ സയൻറ്റിഫിക് റീസൺ അറിയാത്തത് കൊണ്ടാണ് എന്ത് വ്രതം എടുത്താലും വ്രതം എടുത്തിട്ടില്ലെങ്കിലും ഉള്ള പോലെയൊക്കെ വരും എന്ന് പറയും. പക്ഷേ വ്രതം എടുത്താൽ അതിൻ്റെ ഗുണം എന്താ? ഏതൊരു തരത്തിൽ നമ്മൾ വ്രതം എടുക്കണോ അതനുസരിച്ച് നമ്മുടെ മനസ്സിന് മാറ്റം വരും. എപ്പോഴും നമ്മൾക്ക് നമ്മുടെ വിധിയെ മാറ്റാൻ ഒരിക്കലും പറ്റില്ല. വിധി നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചാണ്. പക്ഷെ അതിൽ മാറ്റങ്ങൾ വരുത്താൻ വിധിയിൽ നമുക്ക് ഉൾക്കൊള്ളുകൊണ്ട്, അതായത് മനസ്സിന്റെ സ്ഥിതിയെ മാറ്റിയ, പരിതസ്ഥിതിയെ മാറ്റാൻ പറ്റിയില്ലെങ്കിലും മനസ്ഥിതി മാറ്റിയാൽ ആ പരിതസ്ഥിതിയുമായി നമുക്ക് ഒത്തുപോകാനുള്ള ഒരു ശക്തിയെങ്കിലും കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ദേവിയുടെ വ്രതം എടുക്കുന്നത് കൊണ്ട് നമ്മൾക്ക് എന്താണോ നമ്മുടെ കാര്യം, ആ കാര്യം നമുക്ക് നേരെ ചെയ്തു കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ തടസ്സം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരും ദേവി. ഇന്നതാണ് നിന്റെ തടസ്സം, നിന്റെ പ്രയാസങ്ങളുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ്, നീ അതിനെ ഇന്ന മാതിരി ചെയ്യൂ, അപ്പോൾ നിന്റെ പ്രയാസങ്ങൾ തീർന്നു വരും എന്നാണ് നമുക്ക് ദേവി പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ ആ വ്രതം എടുത്തു പാർവതി ദേവി. നമ്മൾ പാർവതി ദേവിയാണല്ലോ തിങ്കളാഴ്ച വ്രതം എടുക്കുമ്പോൾ നമ്മൾ പാർവതി പരമേശ്വരനെയാണ് പൂജിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി? സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയും എടുക്കും, നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി, അതുപോലെ നല്ല കുട്ടികളെ കിട്ടാൻ വേണ്ടി ഒക്കെ നമ്മൾ വ്രതം എടുക്കുന്നത്. നമ്മൾക്ക് ഭാഗവതത്തിലും എല്ലാ പുരാണങ്ങളിലും കാണാം, ഓരോരുത്തരും അവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ, ശ്രീരാമന്റെ ദശരഥൻ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി എന്താ ചെയ്തത്? പുത്രകാമേഷ്ടി യജ്ഞം ചെയ്തു അല്ലേ? അതുപോലെ എല്ലാത്തിനും എന്തൊരു നല്ല കാര്യം നമ്മൾക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ ഈ വ്രതങ്ങൾ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൻ്റെ ഫലം ഉണ്ടാവും എന്ന് പറയണം. അപ്പോൾ ഈ 9 ദിവസം നമ്മൾ വ്രതം അനുഷ്ഠിച്ചാൽ നല്ല സന്താനങ്ങൾ ഉണ്ടാവാനും, അതുപോലെ നല്ല ഭർത്താവിനെ കിട്ടാനും, നല്ല ഐശ്വര്യവും സമൃദ്ധിയും നല്ല ജോലി കിട്ടാനും, അതും പഠിച്ചു ചിലർക്കൊക്കെ ജോലിയൊന്നും ശരിയാവില്ല, ചില സ്ഥലത്ത് ജോലിക്ക് കയറും, അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടുന്ന് വിട്ടുവരും, അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവരുണ്ടാവും. എന്തുകൊണ്ടാണത്? അവരവരിലുള്ള സ്വഭാവത്തിൻ്റെ വലിയ IAS ഡിഗ്രിയൊക്കെ കയ്യിലുണ്ടാവാം, പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്തായി പോകും? നമ്മൾ മഹിഷാസുരനെ പോലെ ആയിപ്പോകും. പിന്നെ നമ്മൾക്ക് ഒരു തരത്തിലും വിജയം ഉണ്ടാവില്ല. അപ്പം അതുപോലെ തന്നെ ഇതിൽ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ചണ്ടമുണ്ടന്മാരെ ദേവി കൊന്നു, അതുപോലെ ശുംഭനിശുംഭന്മാരെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശുംഭനിശുംഭന്മാരെന്ന് പറയുന്നത് എന്താണ്? ശുംഭനാണ്. നമ്മൾ അല്ലാണ്ട് തന്നെ പറയില്ലേ, ചിലരെ നമ്മൾ പറയില്ലേ, ഇവൻ ഒരു ശുംഭനാണ് പറയാറില്ലേ? എന്താ ശുംഭൻ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ എന്താ? വിഡ്ഢി എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ? എന്താ കാരണം? വേണ്ടത് വേണ്ട സമയത്ത് പ്രവർത്തിക്കാൻ കഴിയാത്തവനെയാണ് നമ്മൾ വിഡ്ഢി അല്ലെങ്കിൽ ശുംഭൻ എന്നൊക്കെ പറയുന്നത് അല്ലേ? നമ്മൾക്ക് എന്തൊക്കെ അറിവുകളും സമ്പത്തും എല്ലാം ഉണ്ടായിട്ടും അത് ആ സമയാസമയത്ത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, പിന്നെ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. നമ്മൾ അതായത് ഒരു ഓട്ടയുള്ള ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നത് പോലെ ആവും അത്. ആദ്യം നമ്മൾ ആ ടാങ്കിൻ്റെ എവിടെയെങ്കിലും ലീക്ക് ഒന്നും നോക്കാതെ വെറുതെ വെള്ളം കോരി കൊണ്ടി ഒഴിക്കുക, ശരിയായി നോക്കില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലവർ പണി ചെയ്യും, അവരവരുടെ പണി എന്താണോ അതിങ്ങനെ ചെയ്യും, തന്നെ ആ പണി കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ, അവിടെ വല്ല കുറവുകളുണ്ടോ, ഇതൊന്നും ശ്രദ്ധിക്കില്ല. അതിനാണ് നമുക്ക് ബുദ്ധി വേണമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. അതാണ് നമുക്ക് ദേവിയിലൂടെ, നമുക്ക് ദേവി മഹാത്മ്യത്തിലൂടെയും ഒക്കെ പാരായണത്തിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്നിട്ട് ഈ നമ്മൾ വെള്ളം മുഴുവനും കോരിക്കഴിഞ്ഞിട്ട് പിന്നെ ടാങ്ക് നിറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് നോക്കുമ്പോഴായിരിക്കും ഹോള് കാണുന്നത്. അപ്പോൾ അത് അടയ്ക്കാൻ എത്ര തന്നെ സമയം വേണം? കുറച്ച് സമയം മതി. അത് അടച്ചിട്ട് നമ്മൾ ഈ പണി ചെയ്തതാണെങ്കിലോ
അപ്പം അതാ നമ്മൾ പറയാറില്ലേ, എത്രയോ അങ്ങനെയുള്ള ഒരു ഉദാഹരണം, ഒരു പഴഞ്ചൊല്ലായിട്ട് നമ്മളത് പറയാറുണ്ട് അല്ലേ. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ജീവിത വിജയം നടക്കാത്തത്. നമ്മളുടെ ജീവിതത്തിൽ വിജയം നമുക്ക് കിട്ടണമെന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കാരണം ഉണ്ടാവും. എല്ലാത്തിനും ഒരു കാര്യത്തിനും ഒരു കാരണം ഉണ്ടാവും. അതിൻ്റെ കുഴപ്പം നമ്മളിൽ തന്നെ ആയിരിക്കും. നമ്മളെപ്പോഴും മറ്റുള്ളവരെയാണ് പറയുക. ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും, അവിടുത്തെ ബോസ് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ ജോലി വിട്ടത്. പിന്നെ ഒരു സ്ഥലത്ത് പോകും, അവിടെ പറയും കോളീഗ്സ് ഒന്നും ശരിയല്ല, കൂടെ ജോലി ചെയ്യണവരൊന്നും ശരിയല്ല, അതുകൊണ്ട് ഞാൻ ജോലി വിട്ടു. പിന്നെ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും, ഓ അവിടെ ഒരുപാട് ജോലി ചെയ്യണം, സമയത്തിന് ഇറങ്ങാൻ പറ്റുന്നില്ല, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ അതൊക്കെ നമ്മുടെ തെറ്റുകളാണ്. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് അതായത് നമ്മുടെ കൈയക്ഷരം നന്നല്ലെങ്കിൽ നമ്മൾ പേന ശരിയല്ലാണ്ടേണെന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ അല്ലേ. അപ്പം അതേപോലെയാണ് നമ്മൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത പ്രതിസന്ധികൾ വരുന്നു. ഇപ്പം നമ്മൾ ബോസ് നന്നല്ല പറയുന്നു, കൂടെ ജോലി ചെയ്യുന്നവരുടെയോ ബോസിൻ്റെയോ കുഴപ്പമല്ല, നമ്മുടെ തന്നെ കുഴപ്പമാണത്. അത് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള മാനസികമായ ബുദ്ധിയില്ല. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ ഈ നവരാത്രി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിദ്യാസംബന്ധമായിട്ടാണ്. എന്ത് വിദ്യയാണത്? നമ്മൾ നമ്മുടെ പുസ്തകങ്ങളൊക്കെയാണ് പൂജിക്കുന്നതെങ്കിലും ആത്മവിദ്യയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ വിദ്യ എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്, ഏതൊന്നറിഞ്ഞാൽ പിന്നൊന്നും നിനക്ക് അറിയേണ്ടതായില്ല. എല്ലാം അറിയാം അർജുനന്, പക്ഷേ ജോലി ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണത്? ആത്മവിദ്യ, മനസ്സിൻ്റെ കൺട്രോൾ ഇല്ലാതെ, പഞ്ചേന്ദ്രിയങ്ങളുടെ കൺട്രോൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ധൈര്യമില്ലായിരുന്നു, മനസ്സിന് ശക്തിയില്ലായിരുന്നു. കാളിയായിട്ട് നമ്മൾ ദേവിയെ കാണുന്നുണ്ട് അല്ലേ. വാളും തലയോട്ടിയും ഒക്കെ ആയിട്ട് ദേവി ഇങ്ങനെ വെട്ടുന്നു. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദേവി ഒരാളുടെ തലയർത്തു എന്നാണ്? അങ്ങനെയല്ല. മഹിഷാസുരനെ കൊന്നു എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് അർത്ഥം. ശരിയായിട്ട് മഹിഷാസുരനും അങ്ങനെ അസുരന്മാരുണ്ടായിരിക്കാം, അവരെ കൊന്നിരിക്കാം, അതും ശരിയാണ്. പക്ഷേ നമ്മളിലുള്ള നെഗറ്റീവ് എനർജികളെയാണ് ഇല്ലാതാക്കുന്നത്. അപ്പം അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം ദേവിയെ പൂജിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ദേവിയുടെ ആ ഒരു അനുഗ്രഹം കിട്ടുകയാണ്. ഇവിടെ ചന്ദ്രകണ്ഠ ദേവിയായി മാറുക, അതായത് ആഗ്രഹം സാധിച്ചുകൊണ്ട് ആ ചന്ദ്രനെ പോലെ കുളിർമ പകരുന്ന ആ ദേവി മണിയും അങ്ങനെ പിന്നെ എല്ലാ സർവ്വ അലങ്കാര വിഭൂഷിതയായിട്ടാണ് ദേവിയെ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ആഗ്രഹം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കമ്പരാമായണത്തിലെ കമ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കമ്പൻ ഭയങ്കര ദേവീഭക്തനായിരുന്നു. ദേവീഭക്തന്മാരെയൊക്കെ എല്ലാം ദേവി അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് ചെയ്യേണ്ടതുപോലെ ചെയ്യുകയും വേണം. കമ്പരാമായണം എഴുതിയത്. അപ്പം അന്നൊക്കെ രാജാക്കന്മാരുടെ കാലമായിരുന്നു. രാജാവ് പറഞ്ഞു, ഇത്രേ കമ്പ നീ വലിയ കവിയൊക്കെ അല്ലേ, ഈ കമ്പരാമായണം എന്നുള്ള ഒരു രീതിയിൽ തമിഴിലൊരു രാമായണത്തിന് വിവർത്തനം ചെയ്തു തരണം, ഇത്ര ദിവസം നിനക്ക് സമയം തരാം, അതിനു മുമ്പ് നീ അത് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പം അന്നൊക്കെ എന്താ, രാജാവ് പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അപ്പം തന്നെ രാജാവ് ചിലപ്പോൾ തലവെട്ടി എന്നൊക്കെ ഇരിക്കും, ഭയങ്കര ശിക്ഷയൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പം കമ്പന് പേടിയായി. കമ്പൻ വന്നു ദേവിയെ സ്തുതിച്ചു. അപ്പം ദേവി ഉപാസന അത് ചെയ്യാൻ തുടങ്ങി. രാവിലെ തന്നെ എഴുന്നേറ്റ് ദേവിയെ പൂജിക്കും, എന്നിട്ട് എഴുതും. അപ്പോൾ ആ വ്രതത്തോടുകൂടി പൂജയോടുകൂടി ഇരുന്നുകൊണ്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതിയിട്ട് ഒരു ശ്ലോകം കിട്ടുന്നില്ല ഒടുവായപ്പോൾ. അപ്പോൾ ഇനി നാളത്തെ ദിവസം ആയിക്കഴിഞ്ഞാൽ രാജാവിന് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താവും, തൻ്റെ തല തന്നെ പോവും. അപ്പോൾ തലേദിവസം രാത്രി നല്ലപോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല. കാരണം നാളെ തനിക്ക് എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഉറങ്ങാൻ പറ്റാതെ ഇരുന്നങ്ങനെ എഴുതി അങ്ങനെ സ്വപ്നത്തിൽ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഉറക്കമൊഴിച്ചിരുന്നാലും ചിലപ്പോൾ അങ്ങോട്ട് ഉറങ്ങിപ്പോകുമല്ലോ. അങ്ങനെ ഉറങ്ങിപ്പോയി. പുലരാറായപ്പോഴാണ് ഒന്ന് ഉറങ്ങിപ്പോയത്. ഉറങ്ങിയിട്ട് ഉണർന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ വെളിച്ചമായി. അപ്പോൾ പറഞ്ഞു, ദേവിയുടെ രൂപത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എഴുതണത്, പറഞ്ഞു, വിടിഞ്ചതേ ദേവി നീ എന്താ ചെയ്യാന്ന്. വിടിഞ്ചതേ ദേവി എന്ന് പറഞ്ഞാൽ പുലർന്നല്ലോ ദേവി, തമിഴാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ദേവിയുടെ അശരീരി ഉണ്ടാവുകയാണ്. മുടിഞ്ചതേ കമ്പ എന്ന് പറഞ്ഞു. മുടിഞ്ചത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എന്ന്. തമിഴിൽ നമ്മൾ മുടിഞ്ചാച്ച് പറഞ്ഞാൽ എന്താ പറയുക, കഴിഞ്ഞു പറയാം. അപ്പോൾ വിടിഞ്ചതേ ദേവി എന്ന് പറഞ്ഞ ഉടനെ മുടിഞ്ചതേ കമ്പ എന്ന് പറഞ്ഞിട്ടൊരു അശരീരി വന്നു. അപ്പോൾ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ ആ വരികൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ആരാണ് എഴുതി വെച്ചത്? ദേവി തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക്
ഒരുപാട് അനുഗ്രഹങ്ങൾ ദേവിയിൽ നിന്നും. അപ്പം നമ്മളുടെ നമുക്കത് എഴുതി തീർക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പം ദൈവത്തിൻ്റെ സഹായം ഇല്ലാണ്ട് നമ്മൾക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, എന്നിട്ടൊരു കാര്യം ഉണ്ടായോ? ഇല്ല. കണ്ടില്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയാറ് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ. ഞാൻ അത്ര പണി ചെയ്തു, ഇത്ര പണി ചെയ്തു, എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള ശമ്പളം കിട്ടിയില്ല, അല്ലെങ്കിൽ പണി കണ്ടില്ല, അതുകൊണ്ട് എന്നെ മറ്റുള്ളവർ അങ്ങനെ ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെയാണ് നമ്മുടെ പരാതികൾ അല്ലേ. അപ്പൊ നോക്കൂ, ആ കമ്പന അത്തരത്തിലുള്ള വല്ല പരാതികളും ഉണ്ടായോ? ഇല്ല. അപ്പൊ ആ ദേവിയെ നമ്മൾ ഉപാസിക്കുമ്പോൾ ആ ദേവിയുടെ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദേവി ഇരിക്കുന്നത്, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അതാണ് മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്ന് പറഞ്ഞാൽ എന്താ, സച്ചിദാനന്ദം എന്നൊക്കെ പറയുന്നത് എന്താ, അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമ്മൾ ഉണർത്തിയെടുക്കുന്നു. അപ്പൊ ആ ഈശ്വരനെ ദേവിയെ നമ്മൾ ഉണർത്തി കഴിയുമ്പോൾ എന്തായി വരുന്നത്, അപ്പൊ നമ്മൾ ഈശ്വരനായി മാറും. ദേവി കവചത്തിൽ പറയുന്നുണ്ട്, അത് ദേവിയുടെ കവചം എന്നും ചൊല്ലുന്നവനെ ദേവീ ഭാവത്തിൽ വരും എന്ന് പറയും. ദേവീഭാവം കിട്ടും അവർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ദേവിയെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും പോയി ഫുൾ പോസിറ്റീവ് എനർജി ആയിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധി, അതായത് ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, അതിൽ ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ലാതെ ഉഷാറായിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ധ്യാനം ചെയ്യുക, ജപം ചെയ്യുക ഒക്കെ ചെയ്താൽ നമ്മളിലുള്ള ആ നാഡികൾ, അതായത് തലച്ചോറിൻ്റെ കോശങ്ങൾക്കൊക്കെ വികാസം കിട്ടും, അവിടേക്ക് നല്ല ഓക്സിജൻ്റെ പ്രവാഹം ഉണ്ടാവും. അങ്ങനെ നമ്മൾക്ക് നല്ലതായിട്ട് ജോലി ചെയ്യാൻ പറ്റും. ജോലി നന്നായി ചെയ്യാൻ തുടങ്ങിയാൽ ഇഷ്ടംപോലെ പണം കിട്ടും. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് പോയാൽ നമ്മൾക്ക് വിജയം ഉറപ്പായി തീരും. അപ്പം അതാണ് നമ്മൾ 3-ാമത്തെ ദിവസത്തിൽ